Okay, now let's do a question which is connecting with dividend adjustment. Ready? Illustration 5. Ready? It's a very easy question, simple question. A D Company Limited acquired 60% of G Company as on 1st October. Ready? 1st October ലാണ് the data question. Ready? അപ്പോൾ പ്രീ പോസ്റ്റ് അനുപാതം 66 ആയിരിക്കും. ദ റീറ്റെയിൻ ഏർണിങ്സ് ബാലൻസ് ഓഫ് ജി ഓൺ 1/4/2020 വാസ് 5,000. റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓപ്പണിംഗ് പി ആൻഡ് എൽ അല്ലെങ്കിൽ റീറ്റെയിൻ ഏർണിങ്സ് തരുന്നുണ്ട്. ഇനി ജി ഡിക്ലയർഡ് എ ഡിവിഡൻഡ് ഫോർ 2021 6,000 which is accounted in the books of G but not accounted in the books of D. ഇത് കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട്. ജി ഡിക്ലെയർഡ് എ ഡിവിഡൻഡ് ഫോർ 2021 6,000 അക്കൗണ്ടഡ് ഇൻ ദ ബുക്സ് ഓഫ് ജി. ജി ആരാണ് ഇവിടെ? സബ്സിഡറി ആണ്. അതായത് സബ്സിഡറി കമ്പനി എന്ത് ചെയ്ത് ഇത് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അക്കൗണ്ടഡ് ഇൻ ദ ബുക്സ് ഓഫ് ഡി. അതായത് ഇവരുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് ഇവിടെ തരുന്നുണ്ട്. പക്ഷെ ഈ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ ഡി എന്ന് പറയുന്ന കമ്പനിയിൽ ഈ ഡിവിഡൻഡ് ഡിക്ലെയർഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവബിളിന്റെ എൻട്രി എഴുതിയിട്ടില്ല. എന്താ ഡിവിഡൻഡ് റിസീവബിളിന്റെ എൻട്രി എഴുതേണ്ടത്? ഇവിടെ ഡിക്ലെയർഡ് എന്നല്ലേ പദം യൂസ് ചെയ്തത്, നോട്ട് ദ പോയിന്റ്. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഈ കിട്ടുന്ന കമ്പനി ഇതിന് എന്താ എൻട്രി എഴുതേണ്ടത്? സ്വാഭാവികമായിട്ടും എഴുതേണ്ട എൻട്രി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു പി ആൻഡ് എൽ എന്നുള്ളതാണ്. എത്രയാണ് ഇവർക്ക് ഇതിൽ കിട്ടാണ്ടവ? ഈ 6000-ൽ 60%, അതായത് 3,600 ആയിരിക്കും ഇവർക്ക് കിട്ടാണ്ടവ. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ 2 എഡിറ്റിംഗ് വരും. ഒന്ന് നിലവിലുള്ള പി ആൻഡ് എൽ എന്ത് കൂടും? 3,600 കൂടും. പിന്നെ അതുപോലെ ഈ ഡിവിഡൻഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് അതൊരു കറണ്ട് അസറ്റാണ്. അത് ബൈഫർക്കേറ്റ് ചെയ്ത് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കറണ്ട് അസറ്റിൽ സ്ട്രൈറ്റ്ലി ആഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ? ഈ 2 മാറ്റങ്ങൾ ഇവരുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ വരും. അത് എന്തുകൊണ്ടാണ് വരാത്തത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിവിഡൻഡ് എന്ത് ചെയ്തിട്ടില്ല? അക്കൗണ്ട് ചെയ്തിട്ടില്ല. ആര്? പാരന്റ് കമ്പനി. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇനി ദ അബ്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് ഡി ആൻഡ് G, PPE, investment, ready, current asset, total assets, equity shares, other equity, current liability, ready, items ആണ്. ഇനി എന്താ ചോദ്യം? Required to prepare separate and consolidated balance sheet as on 31st March 20 in the books of ഇങ്ങനെ ഒന്ന് എഴുതിയേ, in the books of D എന്ന് എഴുതിയേ കേട്ടോ. റെഡി? ഡിയുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റും അവരുടെ ബുക്കിലെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഒരു പണിയുമില്ല. ഈ പറഞ്ഞ ഇതേ ഐറ്റം എഴുതുക, പക്ഷെ ഈ 2 കാര്യങ്ങളും എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെഡി? ഓക്കെ. അപ്പോൾ അതിന്റെ ആൻസർ കാണാം. റെഡി? എങ്ങനെയാണ് സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യല്, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. പക്ഷെ അതിൽ മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ NCI 2 രീതിയിൽ നമുക്ക് വാല്യൂ ചെയ്യാം. റെഡി? അതിലൊരു മെത്തേഡാണ് പ്രപ്പോർഷനേറ്റ് മെത്തേഡ്, മറ്റൊന്ന് ഫെയർ വാല്യൂ മെത്തേഡ്. പ്രത്യേകിച്ച് പരാമർശം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രലി ചെയ്യാറ് പ്രപ്പോർഷനേറ്റ് മെത്തേഡാണ്. പക്ഷെ ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് ഫെയർ വാല്യൂ മെത്തേഡിനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ആൻസർ ഇവർ പറയുന്നത്, പക്ഷെ ഇവർ പറയുന്ന അതേ ആൻസറിലോട്ട് എത്താൻ വേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇവിടെ എഴുതാ NCI ഈസ് ടു ബി valued as per fair value method എന്ന് എഴുതാം കേട്ടോ. റെഡി? അപ്പൊ ഇനി നമുക്ക് ആൻസർ കാണാം. റെഡി? സോ സ്ക്രീനിങ് ഒന്നും മാറിയില്ലേ? റെഡി? ഞാൻ ആക്ച്വലി ഈ വീഡിയോ വേറെ സ്പോട്ടിൽ നിന്നാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. റെഡി? ക്ലിയർ? സോ നോക്കാം. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ 3 എമൗണ്ട് കോളം വരക്കാം. ഒന്ന് സെപ്പറേറ്റ്, ഒന്ന് വർക്കിങ്സ്, കൺസോളിഡേഷനിലുള്ള വർക്കിംഗ്, മറ്റൊന്ന് കൺസോളിഡേറ്റഡ്. ഇങ്ങനെ 3 എമൗണ്ട് കോളം വരക്കാം. ഫോർമാറ്റ്സ് റെഡി ആണെന്ന് കരുതുന്നു. പോസ് ചെയ്തിട്ട് വരക്കാം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഇനി
അപ്പോൾ ആദ്യം നമുക്ക് സെപ്പറേറ്റ് കാണാം. സെപ്പറേറ്റിന് ഒരു പണിയില്ല, ഇത് തന്നെ. പക്ഷെ ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. ഈ കറണ്ട് അസറ്റിൽ എന്തുകൂടെ വരും? ഡിവിഡൻഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു 3600 കൂടെ വരും. ഇവിടെ റിട്ടേൺ ഏർണിങ്സിൽ ഒരു 3600 വരും. റെഡി? അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും പി പിയിൽ 60,000 പി പിയിൽ വരും. റെഡി? ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇത് 24,000 ആണ്. സെപ്പറേറ്റിൽ അത് കാണിക്കും. റെഡി? കൺസോൾട്ടേഷനിലല്ലേ എഴുതാത്തുള്ളൂ. ഇനി ഇതിൽ 20,000 പ്ലസ് 36,000 കറണ്ട് അസറ്റിൽ ഇൻവെന്ററി അല്ല, ടോട്ടൽ കറണ്ട് അസറ്റിൽ 20 പ്ലസ് 3,600 23,600. ക്ലിയർ? ഇനി നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50,000. റെഡി? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50,000. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇനി അതർ ഇക്വിറ്റി, അതിൽ നിലവിൽ തന്ന 25,000-നോടുകൂടെ ഈ ഡിവിഡൻഡ് എന്ത് ചെയ്തിട്ടില്ല, ഇവർ അക്കൗണ്ട് ചെയ്തിട്ടില്ല. അതിന് തത്തുല്യമായിട്ടുള്ള ഇഫക്റ്റ് അവരുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാ? 25,000 പ്ലസ് 3,600. അപ്പോൾ എത്രയാ? 28,600 കിട്ടും. പിന്നെ NC ഒന്നും ഉണ്ടാവില്ല. കറണ്ട് ലാബിലിറ്റി 29,000. റെഡി? 29,000. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് ടോട്ടൽ കിട്ടുക? അപ്പോൾ നമുക്ക് ടോട്ടൽ ഐ തിങ്ക് 1,07,600 ആയിരിക്കും. യു ചെക്ക് ഇറ്റ്. റെഡി? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. 1,07,600. ഇനി കൺസോളിഡേഷൻ ആണ് ചെയ്യാനുള്ളത്. കൺസോളിഡേഷൻ ചെയ്യാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, വേറെ അഡ്ജസ്റ്റ്മെന്റ്സും ഇല്ല. ഡിവിഡൻഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലൊരു കോമൺ ആയിട്ട് ഉണ്ടാവും, അത് മാത്രം എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ പി പി എഴുതുമ്പോൾ ഇത് രണ്ടും കൂടെ എഴുതണം. പി പി എഴുതാം. റെഡി? 60 പ്ലസ് 30 90,000. ക്ലിയർ? ദെൻ സ്വാഭാവികമായിട്ടും ഇത് എഴുതില്ല. കറണ്ട് അസറ്റിൽ 23,600 ഓൾറെഡി ഇവിടെ ഉണ്ട്. പ്ലസ് എന്തുണ്ട്? 16,000. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ ഈ 3,600 ഇല്ലേ മക്കളെ, ഇതെന്താണ്? ഡിവിഡൻഡ് റിസീവബിൾ. ഇത് കറണ്ട് അസറ്റ്സിൽ ബൈഫോക്കേഷൻ കാണിച്ചിട്ടില്ല. ബൈഫോക്കേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് റിസീവബിൾ, അതർ കറണ്ട് അസറ്റ്സ് ഒക്കെ വേറെ എഴുതുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ മിംഗ്ലേറ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവന്മാരുടെ കറണ്ട് ലാബിലിറ്റിയിൽ എന്തുണ്ടാവും? മൊത്തം 6,000 രൂപ ഉണ്ടാവും. അതിലൊരു 3,600 എന്തായിരിക്കും? ഈ ഡിവിഡൻഡ് ആയിരിക്കും. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്നും 3,600 കുറക്കുക, ഇവിടെ നിന്നും കറണ്ട് ലാബിലിറ്റിയിൽ നിന്നും 3,600 കുറക്കുക. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും 23,600 പ്ലസ് 16,000. ജസ്റ്റ് എ മിനിറ്റ്. 1 മിനിറ്റ്. 16,000 മൈനസ്, അപ്പോൾ സ്വാഭാവിക 36,000 ആയിരിക്കും ഇവിടെ കിട്ടുക. ക്ലിയർ? ഇനി നമ്മൾ ആസ് യൂഷ്വൽ ലാബിലിറ്റി ചെയ്തും. കറണ്ട് ലാബിലിറ്റി നിലവിൽ 29,000-ഉം 10,000-ഉം ആണല്ലേ? റെഡി? പക്ഷേ ഇതിൽ നിന്ന് എന്ത് കുറക്കണം? 3,600. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 35,400 ആയിരിക്കും കിട്ടുക. ക്ലിയർ? ദാറ്റ്സ് 29 പ്ലസ് 10,000 മൈനസ് 3,600. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഓക്കെ, സെറ്റ്. റെഡി? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ പാരന്റിൻ്റെ എഴുതണം. എത്രയാ പാരന്റിന്റെ ഷെയർ ക്യാപിറ്റൽ? ഇതാണ് ഇവിടുത്തെ സബ്സിഡറി, ഇതാണ് പാരന്റ്. ഷെയർ ക്യാപിറ്റൽ 50,000. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. റെഡി? സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നതിന് മുന്നേയുള്ള വർക്കിംഗ് നോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഡിവിഡൻഡ് നമുക്കറിയാം. എത്രയാ ഡിവിഡൻഡ്? ടോട്ടൽ ഡിവിഡൻഡ് 6,000 ആണ്. അതിൽ 3,600 ആണ് പാരന്റിന്റെ ഷെയർ ഓഫ് പാരന്റ് 60%. ഷെയർ ഓഫ് NCI എത്രയാ? ഷെയർ ഓഫ് NCI 2,400. അപ്പോൾ ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം? സ്റ്റെപ്പ് 3 ആഡ് ബാക്ക് ചെയ്യണം. സ്റ്റെപ്പ് 5-ലും 7-ലും എന്ത് ചെയ്യണം? കുറക്കണം. റെഡി? ഇത് പ്രീ ആണോ പോസ്റ്റ് ആണോ എന്ന് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ സ്റ്റെപ്പ് 1 ഡേറ്റ് ടു എക്വേഷൻ അതെന്താണ്? 1/10 ആണ്. അപ്പോൾ പ്രീ പോസ്റ്റ് അനുപാതം 6/6 ആണ്. റെഡി?
ഇനി സ്റ്റെപ്പ് 2 പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് അത് 60-40 അനുപാതമാണ്. സ്റ്റെപ്പ് 3 അനാലിസിസ് ഓഫ് റിസർവ് അതിൽ നമുക്ക് റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ട്, അതിൻ്റെ ക്ലോസിങ്, ഓപ്പണിങ്, ഡിവിഡൻഡ്. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോസിങ് എത്രയാണെന്ന് നോക്കണം. ക്ലോസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തന്ന ഈ 25,000 എന്ന് എടുക്കരുത്, അവരുടെ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിലെ എഡിറ്റഡ് ക്ലോസിംഗ് ആണ് എടുക്കേണ്ടത്. അത് എത്രയാണ്? 28,600 അല്ലേ മക്കളെ? സോറി എക്സ്ട്രീംലി സോറി, ഇവിടെ അല്ലല്ലോ, എക്സ്ട്രീംലി സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നമ്മുടെ ഇത് പാരന്റിന് അല്ലേ? റെഡി? സോ അത് സ്റ്റെപ്പ് 7ലാണ്. നമ്മുടെ സബ്സിഡറിയുടേത് 11,000 ആണ് ക്ലോസിങ്. റെഡി? സബ്സിഡറിയുടേത് ക്ലോസിങ് 11,000 ആണ്. ഓപ്പണിങ് അവിടെ പറയുന്നുണ്ട് എത്രയാണ്? 5,000. റെഡി? ഇനി ഡിവിഡൻഡ് ടോട്ടൽ എത്രയാ? 6,000. അപ്പം നമ്മൾ പുതിയ പറഞ്ഞ പ്രകാരം എങ്ങനെയാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ് കാണാം? ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് പ്ലസ് ഡിവിഡൻഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 11 മൈനസ് 5 പ്ലസ് 6,000. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയാണ് വരിക? 12,000 വരും. റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? റെഡി? ഇനി പ്രീയും പോസ്റ്റും കാണാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രീ ഓപ്പണിംഗ് 5,000 പ്ലസ് 12,000 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 12. അപ്പോൾ എത്ര വരും? 11,000 വരും. ഇനി 12,000 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 12 6,000. ടോട്ടൽ 17,000 ആയിരിക്കും കിട്ടുക. ഇതിൽ പ്രീയും പോസ്റ്റും കൂട്ടിയ ക്ലോസിങ്ങിന് തുല്യമായിരിക്കില്ല, കാരണം ഡിവിഡൻഡിൻ്റെ ഒരു ആഡ് ബാക്കിങ് വരുന്നുണ്ട്. ഇനി സ്റ്റെപ്പ് 4 റെഡി? സ്റ്റെപ്പ് 4 പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. നെറ്റ് അസറ്റ്സ്. റെഡി? നെറ്റ് അസറ്റ്സ് അതിൽ ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻ ഏർണിങ്സ്, പ്രീ അതുപോലെ പോസ്റ്റ്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. റെഡി? അപ്പോൾ റീറ്റെയിൻ ഏർണിംഗ് ഇത് 11,000, ഇത് 6,000. ഷെയർ ക്യാപിറ്റൽ, ഇവന്മാരുടെ ഷെയർ ക്യാപിറ്റൽ 25,000, അത് പ്രീയിലായിരിക്കും. ക്ലിയർ? സോ അങ്ങനെയാവുമ്പോൾ ഇവിടെ 36,000ഉം ഇവിടെ 6,000ഉം ആണ് വരിക. ക്ലിയർ? ഇനി സ്റ്റെപ്പ് 5 NCI. റെഡി? NCI ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്നത് NCI ഓൺ ഡേറ്റ് അക്വേഷൻ ഫെയർ വാല്യൂ വെച്ചിട്ടാണ്. ഒന്നും പറഞ്ഞിട്ടില്ല, ആക്ച്വലി ചെയ്യേണ്ടത് പ്രൊപ്പോർഷനേറ്റ് ആണ്. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി പ്രശ്നമില്ല. NCI ഈസ് ടു ബി. ഇവർ 2 രീതിയിൽ ആൻസർ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഓൾട്ടർനേറ്റീവ് ആൻസർ എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട് കേട്ടോ. റെഡി? ഇവർ ഓൾട്ടർനേറ്റീവ് ആൻസർ എന്ന് പറഞ്ഞിട്ടൊക്കെ തരും. അപ്പോൾ നമ്മൾ തൽക്കാലം എന്തായാലും ഫെയർ വാല്യൂ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് പാരന്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് NCI. റെഡി? ഓക്കെ. അപ്പോൾ അത് പ്രകാരം കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 24,000 ആണ്. റെഡി? 24,000 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് പാരന്റ് എത്രയാ? പെർസെൻറ്റേജ് ഓഫ് പാരന്റ് 60 ഇൻറ്റു എത്രയാണ്? 40. ക്ലിയർ? അപ്പോൾ നമുക്ക് 16,000 ആണ് NCI ഓൺ ഡേറ്റ് ഒക്കേഷൻ കിട്ടുക. പ്ലസ് ഷെയർ ഓഫ് പോസ്റ്റ് ആസ് യൂഷ്വൽ. പോസ്റ്റ് എത്രയാണ്? 6,000 ആണ്. 6,000ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 2,400 ആണ്. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 18,400 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ ഡിഡക്ഷൻ ഉണ്ട്. എന്താ നമ്മൾ പറഞ്ഞ? ഷെയർ ഓഫ് NCI ഡിവിഡൻഡ്. റെഡി? അത് എത്രയാ? അതും 2,400 ആണ്. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര തന്നെയാണ് കിട്ടുക? 16,000. ഇത് രണ്ടും സെയിം ആയി വന്നത് യാദൃശ്ചികമാണ് കേട്ടോ. റെഡി? ഇതെല്ലാത്തിലും ഇങ്ങനെയല്ല. ഈ സ്റ്റെപ്പ് 6 ചെയ്യും. ഗുഡ്വിൽ ഓർ GOBP. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുഡ്വിൽ ഓർ GOBP ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 24,000 ആണ്. പ്ലസ് NCI ഓൺ ഡേറ്റ് അക്വേഷൻ നമുക്ക് കിട്ടുക എത്രയായിരുന്നു? 16,000 ആണ്. മൈനസ് നെറ്റ് അസറ്റ് ഓൺ ഡേറ്റ് അക്വേഷൻ അത് നമുക്ക് വരുന്നത് എത്രയാണ്? NCI നെറ്റ് അസറ്റ് 36,000 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഗുഡ്വിൽ വരുന്നത് 4,000 ആണ്.
റെഡി. ഇനി നമുക്ക് സ്റ്റെപ്പ് 7 ചെയ്യാം. കൺസോളിഡേറ്റഡ് റിസർവ്. റെഡി. ഇതിൽ ആദ്യം ക്ലോസിംഗ് റിസർവ് ഓഫ് പാരന്റ്. റെഡി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ റീറ്റേൺ ഏർണിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് റിസർവ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ 25,000 എടുക്കരുത്, ഈ എഡിറ്റഡ് 28,600 ആണ് എടുക്കേണ്ടത്. ഇനി പ്ലസ് ഷെയർ ഓഫ് പോസ്റ്റ്. എത്രയാണ് പോസ്റ്റ്? റെഡി. എത്രയാണ് പോസ്റ്റ്? 6,000 ഇൻറ്റു 60%, 3,600. റെഡി. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം? ഷെയർ ഓഫ് പാരന്റ് NCA, പാരന്റ് ഡിവിഡൻഡ്. റെഡി. അത് എത്രയാണ്? അതും 3,600 തന്നെയാണ്. അപ്പോൾ ഇൻ ഇഫക്റ്റ് എത്ര തന്നെയാണ് വരിക? 28,600. ഇത് ഞാൻ വീണ്ടും പറയുന്നത് സെയിം ആയിട്ട് വന്നത്, ഇതും സെയിം ആയി വന്നത് യാദൃശ്ചികമാണ്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. 28,600. അപ്പോൾ നമുക്ക് ഈ 3 ബാലൻസും നമുക്ക് അങ്ങോട്ട് എഴുതാം. കൺസോളിഡേറ്റഡ് റിസർവ് 28,600, ഗുഡ്വിൽ 4,000. റെഡി. ഗുഡ്വിൽ 4,000. റെഡി. ദാറ്റ്സ് ഗുഡ്വിൽ 4,000. ഇത് 28,600. അതർ ഇക്വിറ്റി 28,600 ആണ് കിട്ടുന്നത്. ഇനി NCA എത്രയാണ് കിട്ടിയ? NCA 16,000 ആണ് കിട്ടിയത്. റെഡി. 16,000 ആണ് റെഡി NCA കിട്ടിയത്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. 16. അപ്പോൾ എത്രയായിരിക്കും ടാലിഡ് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ടാലിഡ് ആൻസർ എത്രയായിരിക്കും? 1,30,000 ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കുക. 1,30,000. റൈറ്റ്? ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പെർഫെക്റ്റ് ആൻസർ വരിക. റെഡി. അപ്പോൾ ഇനി ഇവരുടെ മെറ്റീരിയലിൻ്റെ ആൻസറിൽ ഇവർ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവർ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ ചെയ്തത് AS 13 പ്രകാരമാണ്. എന്നാൽ കൺസോളിഡേഷനും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാമായിരുന്നു. അതല്ല, ഇത് തിരുത്തുക. അതായത് ഇതൊക്കെ വെട്ടിയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയ പോലെ ഇങ്ങനെയാക്കുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. സ്ക്രീനിലുണ്ട്. ക്ലിയർ? ഇനി ഇതേ ക്വസ്റ്റ്യൻ ആണ് ഇല്ലുസ്ട്രേഷൻ 10. എല്ലാവരും ഇല്ലുസ്ട്രേഷൻ 10 എടുക്കാം. നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഞാൻ വായിച്ചു തരാം. റെഡി. illustration 10. Ready? Illustration 10. Right? That's it. P acquires a 60% shares in Q on remember, just a minute. Okay. On അപ്പോൾ എത്രയാണ് ഡേറ്റ് ഓഫ് ക്വസ്റ്റൻ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 66 ആയിരിക്കും പ്രീ പോസ്റ്റ്. ഇനി ഇവിടെ കഴിഞ്ഞതിൽ ഓപ്പണിംഗ് റിട്ടേൺ ഏർണിംഗ് തരുന്നുണ്ടായിരുന്നു. ഇവിടെ അത് തരുന്നില്ല. ഇവിടെ Q മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20,000 ഇൻ ദ ഇയർ 2021 ആൻഡ് ഡിക്ലെയർഡ് എ ഡിവിഡൻഡ് 9,000. എത്ര ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആണ്. റെഡി. അപ്പൊ ഇനി NCA is valued at proportionate net asset method. റെഡി. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരമാണ് NCA വാല്യൂ ചെയ്യുന്നത്. അബ്സ്ട്രാക്ട് ഓഫ് സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റ്. അതിൽ ഡിവിഡൻഡ് ഫ്രം സബ്സിഡറി നോട്ട് അക്കൗണ്ടഡ്. അതായത് പാരന്റിൽ എന്ത് ചെയ്തിട്ടില്ല? ഡിവിഡൻഡ് അക്കൗണ്ട് ചെയ്തിട്ടില്ല. എത്രയാ ഡിവിഡൻഡ്? 9,000. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ 60% പാരന്റിനാണ്. അങ്ങനെ പറഞ്ഞാൽ 5,400 പാരന്റിനും 3,600 സ്വാഭാവികമായിട്ടും എവിടേക്കും വരും? 3,600 നമ്മുടെ NCAക്കും വരും. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ ഈ ഒരു ചേഞ്ചസ് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ടി വരും. ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ സെയിം ആണ്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ഓപ്പണിംഗ് റീറ്റെയിൻ ഏർണിങ്സ് ആയിരുന്നു നമുക്ക് പൊതുവേ തരാറ്. പക്ഷെ ഇവിടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് നേരിട്ട് തന്നൊക്കെയാണ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് തന്നാൽ നമുക്ക് ഓപ്പണിംഗ് ഇല്ലാണ്ട് കറക്റ്റ് പ്രീ കിട്ടൂല. റെഡി. അപ്പോൾ ഓപ്പണിംഗ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് മാത്രമേ ഞാൻ ഇനി ഇതിൽ പറയുന്നുള്ളൂ. റെഡി. അതിനുള്ള ക്ലൂ ആണ്. നമുക്കറിയാം ക്ലോസിംഗ് ഡിവിഡൻഡ് ഉള്ള കേസിൽ ക്ലോസിംഗ് എങ്ങനെയാ കിട്ടുക? ഓപ്പണിംഗ് പ്ലസ് കറണ്ട് ഇയർ പ്രോഫിറ്റ് മൈനസ് ഡിവിഡൻഡ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ക്ലോസിംഗ് കിട്ടുക. അതായത് ക്ലോസിംഗ് ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് എത്രയാണ്? ക്ലോസിംഗ് റീറ്റെയിൻ ഏർണിംഗ് 15,000 ആണ് അല്ലേ? 15,000 ആണ്. ഓക്കെ.
ഓപ്പണിംഗ് തന്നിരുന്നുവെങ്കിൽ പ്ലസ് കറണ്ട് ഇയർ പ്രോഫിറ്റ് 20,000 ആണ്, ഡിവിഡൻഡ് എത്രയാണ് 9,000. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഓപ്പണിംഗ് കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് നേരെ റിവേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ക്ലോസിംഗ് മൈനസ് കറണ്ട് ഇയർ പ്രോഫിറ്റ് പ്ലസ് ഡിവിഡൻഡ് ചെയ്താൽ മതി. റെഡി? അതായത് ക്ലോസിംഗ് എത്രയാണ് 15,000 മൈനസ് 20,000 പ്ലസ് 9,000. റെഡി? അപ്പോൾ എത്രയാ കിട്ടുക? സ്വാഭാവികമായിട്ടും അവിടെ 4,000 കിട്ടും. ഇതാണ് സ്റ്റെപ്പ് 3യിൽ നിങ്ങൾ ഓപ്പണിംഗ് ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ കറണ്ട് ഇയർ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഓപ്പണിംഗ് 4,000 കിട്ടി, പിന്നെ സ്വാഭാവികമായിട്ടും ഓപ്പണിംഗ് ഇതാണ്. ക്ലോസിങ് നമ്മളെങ്ങനെയാ പൊതുവെ കറണ്ട് ഇയർ പ്രോഫിറ്റ് കാണാറ്? ക്ലോസിങ് 15 മൈനസ് ഓപ്പണിംഗ് 4,000 പ്ലസ് ഡിവിഡൻഡ് 9,000. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 20,000 കിട്ടും. പക്ഷേ ഇതിവിടെ കാണേണ്ട കാര്യമില്ല, ഇതിവിടെ നേരിട്ട് തന്നുകൊണ്ട് നിങ്ങളിവിടെ ആഡ് ബാക്ക് ചെയ്തിട്ടാണ് ഓൾറെഡി 20,000 കിട്ടിയത്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ബാക്കി സ്റ്റെപ്പ് 5ൽ നിന്നും 7ൽ നിന്നും നിങ്ങൾ ഈ ഷെയർ ഓഫ് NCA ആൻഡ് പാരന്റ് ഡിവിഡൻഡ് കുറക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ കീയിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ സെപ്പറേറ്റിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ ആൻസർ ഇതായിരിക്കും കിട്ടുന്നത്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണെന്ന് കരുതുന്നു. റെഡി? ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് നിങ്ങൾ ചെയ്യുക, ഇതേ ആൻസർ കിട്ടും കേട്ടോ. റെഡി? ഇനി ഇല്ലുസ്ട്രേഷൻ 13 എന്ന് പറയുന്നത്, ഇല്ലുസ്ട്രേഷൻ 13 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഇല്ലു 13 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലു 5ന്റെ അതേ എമൗണ്ട് ആണ്, എമൗണ്ട് പോലും മാറ്റില്ല. അപ്പൊ അത് വെട്ടിയേരെ ഇല്ലു 5ന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എമൗണ്ട് മാറ്റണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഇതേ ക്വസ്റ്റ്യങ്ങൾ വായിച്ചാൽ അറിയാം. റെഡി? അപ്പൊ അത് കട്ട് ചെയ്തേരെ. ദാറ്റ്സ് ഇറ്റ്. റെഡിയാണ് എന്ന് കരുതുന്ന? ക്ലിയർ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ.